ഹലോ എവ്രിവൺ. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1930 ജൂലൈ 1 ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഈ ഒരു ആക്റ്റിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1930 ഈ ആക്ട് നിലവിൽ വരുന്നവരെ ഈ വക കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ സെക്ഷൻ 4 അത് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ സ്പെസിഫിക് കോൺട്രാക്ട് whereby one party called seller transfers or agrees to transfer the property, that is ownership, in the goods to another party called buyer for a price called consideration. സെല്ലർ എന്ന് പറഞ്ഞ ഒരു പാർട്ടി, ബയർ എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിക്ക് ഗുഡ്സിലുള്ള പ്രോപ്പർട്ടി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഓണർഷിപ്പാണ്. അപ്പോൾ ഗുഡ്സിലുള്ള ഓണർഷിപ്പ് ഒരു പ്രൈസിന്, സെർട്ടൻ പ്രൈസിന് പകരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുകയോ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്: സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. ഒന്നുകിൽ സെയിൽ എന്ന കാര്യം നടക്കുകയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് അവിടെ വരികയാണ്. Next is essential features or characteristics or important elements of a contract of sale. Number 1, two parties. There must be at least two parties, buyer and seller. Buyer is the person who buys or agrees to buy goods, and seller is the person who sells or agrees to sell goods. Number 2, contract. ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽ എലമെൻസും കോൺട്രാക്റ്റ് ഓഫ് സെയിലിനും ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ഒരുപാട് എസെൻഷ്യൽ എലമെൻറ്റ്സ് വേണമായിരുന്നു, എന്നാലേ അത് വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. ലൈക്ക് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, കപ്പാസിറ്റി ടു കോൺട്രാക്ട്, കൺസിഡറേഷൻ, ഇങ്ങനെ ഒരുപാട് എസെൻഷ്യൽ എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെ ഇതിനും വേണം. നമ്പർ 3, മൂവബിൾ ഗുഡ്സ്. അപ്പോൾ മൂവബിൾ ഗുഡ്സ് മാത്രമാണ് ഈ ഒരു ആക്റ്റിൽ കവർ ചെയ്യുന്നത്. ഇമ്മൂവബിൾ ഗുഡ്സ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, അതൊന്നും ഈ ആക്റ്റിൽ വരുന്നില്ല. അതൊക്കെ കവർ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ആണ്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഓണർഷിപ്പാണ്. ഇപ്പോൾ ഒരു സെയിൽ നടത്തുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പും കൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. മുന്നേയും പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പല കോൺട്രാക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, ഇവയൊക്കെ. ഇതിലൊന്നും ഓണർഷിപ്പ് കൈമാറുന്നില്ലായിരുന്നു, പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് പ്രൈസ്. പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ മണി മസ്റ്റ് ബി പെയ്ഡ് ഓർ പ്രോമിസ്ഡ്. ഒന്നുകിൽ മണി ഇപ്പം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കണം. മണി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആവുന്നില്ല. നെക്സ്റ്റ് ഇസ് ഫോർമാലിറ്റീസ്. കോൺട്രാക്റ്റ് ഓഫ് സെയിലിലും ഒരു ഓഫറും ഉണ്ടായിരിക്കും, ഒരു ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കും. ഈ കോൺട്രാക്റ്റ് പ്രകാരം ഇമ്മീഡിയറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ടായേക്കാം, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഉണ്ടായേക്കാം, രണ്ടും സംഭവിച്ചേക്കാം. അതേപോലെ ഡെലിവറി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നടത്തിയേക്കാം, ഡെലിവറി ഓർ പേയ്മെൻറ്റ് രണ്ടും പോസ്റ്റ്പോൺ ചെയ്തേക്കാം. അതൊക്കെ അങ്ങനെയുള്ള ഫോർമാലിറ്റീസൊക്കെ ഈ ഒരു കോൺട്രാക്റ്റിലും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് ഫോം. ഏത് ഫോമിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നത്? ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നെങ്കിൽ റിട്ടേൺ വേർഡ്സിൽ അല്ലെങ്കിൽ ഓറലി അത് എക്സ്പ്രസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഫ്രം ദ സർക്കംസ്റ്റൻസസ് ഇൻഫർ ചെയ്ത് വന്നതുമായിരിക്കാം. നെക്സ്റ്റ് ഇസ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സിനെ മൂന്നാക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. Existing goods can again classified into 3: specific goods, ascertained goods and unascertained goods. Existing goods are those goods which are owned or possessed by the seller at the time of making contract. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സെല്ലറുടെ കയ്യിൽ ആ ഒരു ഗുഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് 3 ടൈപ്പാണ്: സ്പെസിഫിക് ഗുഡ്സ്, ascertained goods and unascertained. Specific goods are those goods which are identified and agreed upon at the time when the contract of sale is made. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് പ്രൊഡക്റ്റാണ്, ഏത് ഗുഡ്സ് ആണ് എന്നുള്ളത് സിംഗിൾ ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ അടുത്ത് 10 കൗസ് ഉണ്ട്.
ഇപ്പോൾ വൈക്ക് ഒരു കൗ അതിൽ നിന്ന് തരാമെന്ന് പറയുന്ന നേരം അത് അൺസ്പെസിഫൈഡ് ഗുഡ്സ് ആണ്. എന്നാൽ ഏത് കൗ ആണെന്ന് അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് സിംഗിൾ ഔട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് ഗുഡ്സ് ആണ്. നെക്സ്റ്റ് ഇസ് എസർടെയിൻഡ് ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ലേറ്റർ. കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് ശേഷമാണ് ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അതാണ് എസർടെയിൻഡ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു അരിക്കച്ചവടക്കാരൻ അയാളുടെ ഒരു ബയർക്ക് അയാളുടെ ഗോഡൗണിന് ഒരു ചാക്ക് അരി കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ചാക്ക് എന്ന് പറയുന്ന സമയത്ത് അത് അൺഎസർടെയിൻഡ് ഗുഡ്സ് ആണ്. കാരണം അത് ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അയാളുടെ ഗോഡൗണിൽ ഈ കോൺട്രാക്റ്റിന് ശേഷം അയാളുടെ ഗോഡൗണിൽ ഈ ഒരു പെർട്ടിക്കുലർ ചാക്ക് അരിൻ്റെ മുകളിൽ അത് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഇന്ന ബയർക്ക് വേണ്ടി എന്ന് മാർക്ക് ചെയ്യുമ്പോൾ അത് എസർടെയിൻഡ് ഗുഡ്സ് ആയി. നെക്സ്റ്റ് ഇസ് അൺഎസർടെയിൻഡ് ഗുഡ്സ്. കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അത് അൺഎസർടെയിൻഡ് ഗുഡ്സ് ആണ്. നെക്സ്റ്റ് ഇസ് ഫ്യൂച്ചർ ഗുഡ്സ്. ദീസ് ആർ ഗുഡ്സ് ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഇസ് മെയ്ഡ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല, ഈ ഒരു ഗുഡ് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല, ഇത് ഫ്യൂച്ചറിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എക്ക് നെൽവയലുണ്ട്. അപ്പോൾ ബി പറയുകയാണ് ഈ വയലിലുള്ള മൊത്തം ക്രോപ്സ്, അതായത് ഈ വയലിൽ വിളയാൻ പോകുന്ന മൊത്തം ക്രോപ്സ് ക്വിൻ്റലിന് 500 രൂപ വെച്ചിട്ട് ഞാൻ വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ഗുഡ് വിൽക്കാനുള്ള എഗ്രിമെൻ്റാണ്. Contingent goods are a type of future goods, the acquisition of which by the seller depends upon a contingency which may or may not happen. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടിൻജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് നിലനിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സിന് ചൈനയിൽ നിന്നൊരു ഷിപ്പ് വരാനുണ്ട് അയാളുടെ സാധനങ്ങളുമായിട്ട്. അപ്പോൾ ആ ഷിപ്പ് ഇവിടെ ഒക്ടോബറിൽ അറൈവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര സാധനം ഇത്ര പൈസക്ക് വിൽക്കാം എന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അറൈവൽ ഓഫ് ദ ഷിപ്പ്. നെക്സ്റ്റ് ഇസ് സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്, 2 കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്, സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും. Sale means transfer of ownership from one person to another in consideration of the price paid or promised to pay. സെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ മുകളിലുള്ള ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരാളെടുത്തു നിന്ന് മറ്റൊരാളിലേക്ക് ഒരു പ്രൈസിന് പകരമായിട്ട്, അല്ലെങ്കിൽ പ്രൈസ് തരാമെന്നുള്ള പ്രോമിസിന് പകരമായിട്ട്. അതായത് ഒരു മാർക്കറ്റിൽ നമ്മൾ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുന്നു, സെയിലായി. നെക്സ്റ്റ് ഇസ് എഗ്രിമെൻറ്റ് ടു സെൽ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇസ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചറിലാണ് ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നത്. ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ് ദർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ്. അല്ലെങ്കിൽ സെർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം, ഇപ്പം നമ്മൾ നേരത്തെ ഷിപ്പ് വരുന്ന കേസ് പറഞ്ഞു, അതേപോലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആയാൽ നടക്കാമെന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചർ സെയിലിനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സെയിൽ വേഴ്സസ് എഗ്രിമെൻറ്റ് ടു സെൽ തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ നമുക്ക് നോക്കാം. നമ്പർ 1, നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. സെയിൽ എന്ന് പറയുന്നത് പ്രസൻറ്റ് കോൺട്രാക്റ്റ് ആണ്. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. നമ്പർ 2, ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫർ. സെയിലിൽ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേർഡ് ആവുന്നുണ്ട്. എന്നാൽ എഗ്രിമെൻറ്റ് ടു സെയിലിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത്. നമ്പർ 3, റിസ്ക് ഓഫ് ലോസ്. അപ്പോൾ സെയിലിൽ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതോട് കൂടിയിട്ട് ബയറിൻ്റെ കയ്യിലാവുകയാണ് ഗുഡ്സ്. അപ്പോൾ ആ വാങ്ങിയതിന് ശേഷം ആ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് വരികയോ അല്ലെങ്കിൽ അത് ഡിസ്ട്രോയിഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് ബയർക്കാണ്. അപ്പോൾ ബയറിൻ്റെ അടുത്താണ് റിസ്ക് ഓഫ് ലോസ് ഉള്ളത്. നേരെ മറിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഓണർഷിപ്പ് ഇപ്പം ട്രാൻസ്ഫർ ആവുന്നില്ല, ഒരു ഫ്യൂച്ചർ ഡേറ്റിനാണ് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ആ സമയം വരെ സെല്ലറുടെ അടുത്ത് തന്നെയാണ് ഗുഡ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ സെല്ലർ തന്നെയാണ് നഷ്ടം സഹിക്കേണ്ടത്. അപ്പോൾ റിസ്ക് ഓഫ് ലോസ് ഉള്ളത് സെല്ലറുടെ അടുത്താണ്. നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. സെയിലിൽ ഗുഡ്സിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ് മാത്രമാണ്. ഒരു ഫ്യൂച്ചർ ഗുഡിനെയോ കണ്ടിൻജൻറ്റ് ഗുഡിനെയോ നമുക്ക് സെയിലിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ആ ഗുഡ്സ് യെറ്റ് ടു ബി മാനുഫാക്ചേർഡ്. എന്നാൽ എഗ്രിമെൻറ്റ് ടു സെയിലിൽ നോർമലി ഉണ്ടാവാറ് കണ്ടിൻജൻറ്റ് ഗുഡ്സും അതേപോലെ ഫ്യൂച്ചർ ഗുഡ്സുമാണ്. ചിലപ്പോഴൊക്കെ അൺഅസർടെയിൻഡ് ഗുഡ്സും വരാം. നെക്സ്റ്റ് ഇസ് കോൺസിക്വൻസസ് ഓഫ് ബ്രീച്ച്.
ബയറുടെ ഭാഗത്തു നിന്ന് ഒരു ബ്രീച്ച് വന്നാൽ സെയിലിൻ്റെ കേസിലാണെങ്കിൽ സെല്ലർക്ക് ബയർക്കെതിരെ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാം. ഇനി അത് ബയറുടെ അടുത്ത് എത്തിയിട്ടില്ല, ഇപ്പോൾ അങ്ങോട്ട് ഡെലിവറിക്കായിട്ട് കൊടുത്തയച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ബയറിൻ്റെ ബ്രീച്ചിൻ്റെ കാര്യം, ബയർ തരില്ല, പൈസ തരില്ല എന്നുള്ളൊരു വിവരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലർക്ക് ആ ഡെലിവറി അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിനെയാണ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പൈസ തരുന്നവരെ അത് പിടിച്ചു വെക്കാം ആ ഗുഡ്സിനെ. അതിനാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഇനി അവൻ തരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് റീസെല്ല് ചെയ്യാം, വേറൊരാൾക്ക് വേണ്ടി വിൽക്കാം. അപ്പോൾ ഇത്രയാണ് ബ്രീച്ചിൻ്റെ സമയത്ത് സെല്ലർക്ക് കിട്ടുന്ന റൈറ്റ്സ്. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ബയറുടെ ഭാഗത്തുനിന്ന് ബ്രീച്ച് ഉണ്ടായാൽ സെല്ലർക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ പ്രൈസിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് റൈറ്റ്സ്. സെയിൽ നടക്കുന്നതോട് കൂടിയിട്ട് ബയറായി ഫുൾ ഓണർ, ബയർക്ക് ഫുൾ ഓണർഷിപ്പ് റൈറ്റ്സ് കിട്ടി. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ബയർക്ക് ഓണർഷിപ്പ് റൈറ്റ്സ് കിട്ടുന്നില്ല എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കിയുള്ള ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.